നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ സ്റ്റഡി ക്ലബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനും അറിയാനും ഒക്കെ പോകുന്നത് ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവിനെ കുറിച്ചാണ്. നമുക്കറിയാം, വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് സമുദ്രമാർഗം സഞ്ചരിച്ചെത്തിയ ആദ്യ യൂറോപ്യനാണ്. ഇദ്ദേഹത്തിന്റെ യാത്ര ആരംഭിക്കുന്നത് പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് 1497-ലാണ്. 4 കപ്പലുകളും 170 ആളുകളുമായാണ് യാത്ര ആരംഭിക്കുന്നത്. കപ്പലുകളിൽ 4 സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, സെന്റ് ബാരിയോ, പിന്നീട് ഒരു സപ്ലൈ ഷിപ്പുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ സെന്റ് ഗബ്രിയേൽ അഥവാ സാവോ ഗബ്രിയേലിന്റെ കമാൻഡറായിരുന്നു വാസ്കോഡ ഗാമ. സെന്റ് റാഫേലിൽ അദ്ദേഹത്തിന്റെ സഹോദരനായ പൗലോ ഡ ഗാമയാണ് കമാൻഡറായിട്ടുണ്ടായിരുന്നത്. പിന്നീട് ശേഷിക്കുന്ന സെന്റ് ബാരിയോ, അതിൽ നിക്കോളോ കൊവിൽഹോയായിരുന്നു കമാൻഡറായിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്ന സപ്ലൈ ഷിപ്പിൽ ഗൊൺഹാലിയന്യൂസുമായിരുന്നു കമാൻഡറായിട്ടുണ്ടായിരുന്നത്. യാത്ര ലിസ്ബണിൽ നിന്ന് തിരിക്കുന്നു. ലിസ്ബണിൽ നിന്ന് തിരിച്ച് സൗത്ത് ആഫ്രിക്കയുടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അഥവാ ശുഭപ്രതീക്ഷ മുനമ്പിലേക്ക് എത്തുന്നു. ശുഭപ്രതീക്ഷ മുനമ്പിൽ നിന്ന് നോർത്തിലേക്ക് നീങ്ങി മലിന്തി പോർട്ടിലേക്ക് എത്തുന്നു. അതിനുശേഷമാണ് ഇന്ത്യയിലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്തുന്നത്. കുറച്ചുകൂടി ഒന്ന് സൂക്ഷ്മമായി പറഞ്ഞാൽ, പന്തലായനി കടപ്പുറത്ത് ചേമഞ്ചേരി പഞ്ചായത്തിലാണ് ഗാമ 1498 മെയ് 20 വന്നിറങ്ങുന്നത്. യാത്ര തിരിച്ച് യാത്രയുടെ 317-ാമത്തെ ദിവസമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. കേരളത്തിലെത്തിയ അദ്ദേഹത്തെ സാമൂതിരി വലിയ ആദരവോടെ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ അറബികളുടെ കച്ചവട കുത്തക അവസാനിപ്പിക്കണമെന്ന ആവശ്യകത സാമൂതിരി അംഗീകരിക്കാത്തതിനെ തുടർന്ന് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം കണ്ണൂരിലേക്ക് പോവുകയും ചെയ്തു. ശേഷം അവിടെ നിന്ന് സമ്പത്തുമായി അദ്ദേഹം തിരിച്ച് ലിസ്ബണിലേക്ക് പോകുന്നു. സമ്പത്തുമായി തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് യാത്രയ്ക്ക് വേണ്ടി ചിലവായ തുകയുടെ 60 ഇരട്ടിയോളം സമ്പത്തുമായാണ് അദ്ദേഹം ലിസ്ബണിലേക്ക് തിരിച്ചു പോകുന്നത്. ലിസ്ബണിലെത്തിയ അദ്ദേഹത്തെ മാനുവൽ രാജാവ് ഡോം പദവി നൽകി ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. തിരിച്ചു പോകുന്ന വഴിക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് അഞ്ചുദ്വീപിലേക്ക് കപ്പലടുപ്പിക്കുകയും അവിടെ നിന്ന് ഒരു ഗ്രനേഡക്കാരനെ പരിചയപ്പെടുകയും അദ്ദേഹത്തെ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ എത്തി അദ്ദേഹത്തിന്റെ പേര് മാറ്റുന്നുണ്ട്. അദ്ദേഹമാണ് പിന്നീട് ഗാസ്പർഡോ ഇന്ത്യ എന്ന് അറിയപ്പെട്ടത്. പിന്നീട് ഗാമയുടെ വരവ് ഇവിടെ അവസാനിക്കുന്നില്ല. 1502-ൽ ഗാമയുടെ 2-ാം വരവുണ്ടായിരുന്നു. ഗാമയുടെ 2-ാം വരവിലാണ് അദ്ദേഹം കോഴിക്കോട് ചുട്ടെരിക്കുന്നത്. കോഴിക്കോടുമായി വലിയ തരത്തിലുള്ള കലഹങ്ങൾ ഉണ്ടാവുകയും കൊച്ചിയിലേക്ക് പോവുകയും കൊച്ചിയുമായി കരാറിൽ ഏർപ്പെടുകയും അവിടെ നിന്ന് പിന്നീട് പോർച്ചുഗലിലേക്ക് സമ്പത്തുമായി തിരികെ പോവുകയും ചെയ്യുന്നു. പിന്നെയും അവസാനിക്കുന്നില്ല. 1524-ൽ ഗാമ വൈസ്രോയിയായി ഇന്ത്യയിലേക്ക് എത്തുന്നു. ഗാമയുടെ അവസാനത്തെയും 3-ാമത്തെയും കടന്നുവരവായിരുന്നു 1524-ലേത്. അദ്ദേഹം ഡിസംബർ 24, 1524-ലാണ് അന്തരിക്കുന്നത്. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതശരീരം സൂക്ഷിച്ചിരുന്നത്. പിന്നീട് ലിസ്ബണിലെ ജെറോണിമസ് മൊണാസ്ട്രിയിലാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം അടക്കം ചെയ്യുന്നത്. വാസ്കോഡ ഗാമയുടെ കടന്നുവരവിനെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് KM പണിക്കർ വിശേഷിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി അടുത്തൊരു അറിവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.